അതെന്ത് ചെയ്യായിരുന്നു? സിമ്മ് മാറ്റിയിടട്ടെ. അതാണ് ചെയ്തോണ്ടിരുന്നേ. അതെ. അതിനു മുമ്പെയോ? അതിന് മുന്നല്ല, ഇന്ന് കിടന്നുറങ്ങി. അതിനു മുമ്പെയോ? ഇന്ന് ഓഫീസിൽ വന്ന് ഒരു 12 മണി എന്തോ ഓവർ ടൈം ചെയ്തു. അതിനു മുന്നെയോ? അതിന് രാവിലെ നീട്ടിട്ട് 12 മണിക്ക് പോയി രാത്രി. അതിന് മുന്നേ നനക്ക് അതിന്റെ മുന്നെയോ? പറയൂ. ഇല്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം ഉച്ചയ്ക്ക് കഴിച്ച് കിടന്നാ. കുടിച്ചോ? വിളി കഴിഞ്ഞു. ഇനിയിപ്പോ വീണ്ടും ഭക്ഷണം കഴിക്കണം. ഇന്നൊരു പാർക്ക് കൂട്ടുകാരൻ വിളിച്ചിട്ടുണ്ട്. പോണോ പോണ്ടേ തീരുമാനിച്ചിട്ട് അങ്ങനെ ഇരിക്കുക. ആണോ? പിന്നെ പറയൂ. തന്നെ വല്ലാണ്ട് മിസ് ചെയ്തു. ഞാൻ ഞാൻ മേലെ ടെറസ് പോയിണ്ടായിരുന്നേ. ഞാൻ ടെറസ് പോയിട്ടാ വന്നേ. എന്റെ തുണി ഉണക്കായിട്ടുണ്ടാവും. എന്റെ ടീഷർട്ട് 2 പുതിയ 2 ടീഷർട്ട് ഇല്ല. അന്ന് ഞാൻ വന്നില്ലേ, അന്ന് ടീഷർട്ട് ഓർമ്മ ഉണ്ടോ നിനക്ക്? റെഡ് കളറ്. ആ റെഡ് ടീഷർട്ട് ഞാൻ ഇട്ടിട്ടായിരുന്നു. ആ റെഡ് ടീഷർട്ട് അപ്പൊ അത് മേലെ ഉണ്ടായിരുന്നു. ആ ഇരിക്കാൻ പോയാ അത് നോക്കുമ്പോ കറണ്ട് മേലെ പോയപ്പോ കപ്പിൾസ് 2 പേര് കിസ് ചെയ്യാം. ഞാൻ തന്നെ ഓർമ്മ. ആവശ്യമില്ലാത്ത നോക്കാമോ? അല്ല, ഞാൻ ആവശ്യമില്ലാത്തടത്തേക്ക് നോക്കാമോ? ഉണ്ടായില്ല. അപ്പൊ ഞാൻ ഒന്ന് കുനിച്ചു നോക്കിയതാ. ആര് പറഞ്ഞു നോക്കാൻ? എന്താ പിന്നെ നോക്കിയാ? നോക്കാമോ അങ്ങനെ? പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നു. അപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് ശരി വിളിച്ചു നോക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും കിട്ടുകയും ചെയ്തു. എന്നെ വേറെ വരുമല്ലേ? അവരെന്നെ കണ്ടിട്ടില്ല. അവരായാലും നോക്കിയില്ല. എന്നാലും നോക്കാമോ? ശരി, അടുത്ത പ്രാവശ്യം പോലും നോക്കുന്നില്ല. ഞാൻ ത്രെഡ് ചെയ്തു. പറഞ്ഞോ? എന്തോ ത്രെഡ് ചെയ്തു അന്ന് പറഞ്ഞല്ലോ. പറഞ്ഞേ പോയിണ്ടായിരുന്നു. ഇപ്പൊ ഞായറാഴ്ച പറഞ്ഞാവല്ലേ. ക്ലാസ്സിൽ പോകണ്ടല്ലോ. എന്റെ വേറെ ബെഡായിരുന്നു. ചെലവ് കൊണ്ട് എന്താണില്ല. ഞാൻ പറഞ്ഞ വരുന്നിട്ടാണ്. പിന്നെ ബെഡയുടെ പിറ്റേ ദിവസം തന്നെ ചെലവ് കൊടുക്കും. ഞാൻ 2 കഴിഞ്ഞിട്ട് എന്നാ നാട്ടിൽ കയറുന്നേ? ഞാൻ വരുന്നുണ്ടോ? എന്താണോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മിക്കവാറും 11 ടിക്കറ്റ് വെച്ചു പോയല്ലോ. അപ്പൊ തിരിച്ചു പോയല്ലോ. ഞാൻ അങ്ങോട്ട് ഇനി തന്നെ പോണം തീരുമാനിച്ചിട്ട് വീട്ടിൽ പോണം തീരുമാനിച്ചിട്ട് തിരിച്ചു വരുമ്പോ 16 ആവും. 16 ഞാനൊരു 11. ഞാനപ്പോ 9-ാം തീയതി 7-ാം തീയതി 8-ാം തീയതി 9-ാം തീയതി ആയിട്ടാ. അതാണ് ശനിയാഴ്ച. ശനിയാറല്ല നമ്മൾ കാണാൻ പറ്റില്ല. പിന്നെന്താ അറിയൂ? ഇങ്ങനെ ഇറങ്ങിയിരുമ്പോ ഞാൻ ഇങ്ങനെ നല്ല ദിവസം ഇങ്ങനെ ആലോചിക്കുന്നു. ഓരോ കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. എവിടുന്ന് തുടങ്ങിയ കഥ ഇവിടെ ചെന്നല്ലേ അവസാനിച്ചത്. ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് ഞാൻ കാണാൻ വന്നത് ഓർക്കുണ്ടോ? ആദ്യമായിട്ട് ഞാൻ കാണാൻ വന്ന് ഓർക്കുണ്ടോ? മഴ ഉള്ളപ്പോ ജ്യോതി എന്നെ അത് ആദ്യം പറഞ്ഞില്ലേ വീടിന്റെ അകത്ത്? ഓർമ്മയുണ്ടോ? അച്ഛമ്മ തോർത്തെടുത്തതോ? പിന്നെന്താ ഇതൊന്ന് പറയൂ. പിന്നെന്താ പറയൂ. ഞാനിങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കണ്ടിട്ട് ആകെ ഒരു റൊമാൻറ്റിക് ഫീലിൽ ഇങ്ങനെ ഇറങ്ങി വന്നതാ. അപ്പൊ എന്നോട് സംസാരിക്കുന്നു അറിയാല്ലേ? റൊമാൻറ്റിക് ഫീലാണോ? യെസ്. ഇനി ഈശ്വര ഇങ്ങനെ നിലവിട്ടില്ല. അവിടെ ആൾക്കാർ കേൾക്കില്ലേ?
ആൾക്കാരോട് ചെവി വന്നാൻ പറയാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ആരും കേൾക്കില്ല. അപ്പൊ ആരും കേൾക്കില്ല. ആയിക്കോട്ടെ. എന്തായാലും കാണണം കേട്ടോ. എന്താണ് ഹോളിഡേസിന് വന്ന് എന്തായാലും കാണണം. എനിക്ക് അന്ന് ഓണത്തിന് ഒരു കാര്യം പകുതി വെച്ച് നിർത്തിയില്ല, എന്ന് മുഴുവനായിരുന്നു. എന്ത് ഓണത്തിന് വന്നപ്പോൾ ഞാൻ ഒരു കാര്യം പകുതിയൊക്കെ വെച്ചിട്ടുണ്ട്, അതിനൊന്ന് മുഴുവനാക്കണം. അതെന്താ? എന്താന്ന് ഓർമ്മയില്ല? ഓർമ്മയില്ലെങ്കിൽ വേണ്ട, ഓർമ്മയില്ലെങ്കിൽ വേണ്ട വിട്ടോളാ, ഓർമ്മയില്ലെങ്കിൽ വേണ്ട വിട്ടോളാ. ഐ ലവ് യു. ഐ ലവ് യു ടു. എന്താന്ന് ഓർമ്മയില്ല? അന്ന് എന്നോട് ഫീല് വേണമെന്ന് പറഞ്ഞത് ഓർക്കുണ്ടോ? മറന്നു. എനിക്ക് ഒരു വലിയ ടാക്സ് ചോക്ലേറ്റ് കിട്ടി. എവിടുന്ന്? എന്റെ ബർത്ത്ഡേക്ക് എന്റെ ക്ലാസ്സിൽ 2 പിള്ളേര് തന്നതാ. ആണോ? പിന്നെന്താ കോൾ വെയിറ്റിംഗ് ആയിരുന്നു. ഇന്നലെ ഞാൻ 2ാമത് കോൾ വിളിച്ച് വെച്ചപ്പോ 8 മണി സമയത്ത് കോൾ വെയിറ്റിംഗ് ആയിരുന്നല്ലോ. ഋഷി വിളിച്ചായിരുന്നോ? പിന്നെന്താ നോക്കാണോ പണ്ടത്തെ? അല്ല, അതൊക്കെ ശരിക്കും നമുക്കത് ഷോക്കേസിൽ വെക്കണമായിരുന്നു. വലിയ നൈറ്റി, ആ ഡാർക്ക് ബ്ലൂ നൈറ്റി. വേറെ പിന്നെന്താ പറയൂ. ഞാൻ പറയൂ. ഭാവി പരിപാടി എന്താ? ബാൽക്കണിയും കണ്ണനും ഡിഗ്രി എന്താണ് ഡിഗ്രി കഴിഞ്ഞാൽ? PG ഒന്നെങ്കിൽ PGക്ക് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ PG കഴിയുമ്പോ കല്യാണം കഴിക്കണം. ആണോ? വീണ്ടും പഠിക്കണം. തയ്യാറാവില്ല ആ ടൈമിൽ കല്യാണം കഴിക്കണമെങ്കിൽ. എന്നാ വേണ്ട, PG ഒക്കെ കഴിഞ്ഞ് 10-29 കഴിഞ്ഞ് നമുക്ക് കല്യാണം കഴിച്ചാൽ മതി. അയ്യോ, അത്ര വേണ്ട. എന്താ അത്ര മതിയല്ല. നീ ഒരു ടൈം പീരീഡ് പറ, അപ്പത്തേക്കും എനിക്ക് റെഡി എന്റെ കാര്യങ്ങളൊക്കെ റെഡി ആവല്ലോ. നമുക്ക് പതുക്കെ കല്യാണം കഴിക്കാം. കല്യാണം കഴിച്ചു സദ്യ കല്യാണം കഴിക്കാം. എന്തിനാണ് പതിയെ കല്യാണം കഴിക്കുന്നത്? എന്തിനാ ഇപ്പൊ വെച്ചോണ്ടിരിക്കുന്നത്? കുറച്ച് കാലിങ്ങനെ ലൈനിച്ച് കല്യാണം. എന്തുവാ? കുറച്ച് കാലിങ്ങനെ ലവേഴ്സായി നടന്ന് കല്യാണം കഴിക്കാം. കുറച്ചു കാലം നമുക്ക് നല്ല ലവേഴ്സായി നടക്കാം. അത് ഞാൻ പറഞ്ഞ ഐഡിയ അല്ലേ? അത് എന്നോട് തന്നെ പറയണ. അത് ഞാൻ എടുത്തപ്പോ തൽക്കാലം. പിന്നെന്താ കല്യാണം വീണ്ടും കൂട്ടോടോ നല്ല വീണ്ടുള്ള കുഞ്ഞാണോ? ഏട്ടൻ പറയൂ. ഞാനിപ്പോ എങ്ങനെ ഞാൻ പറയാം? നിനക്കിപ്പോ പഠിക്കാനെങ്കിൽ നീ പഠിക്കണം, ജോലി ചെയ്യാനൊന്നുമില്ല. അതില്ല, എന്നാലും ഒരു ഗ്യാപ്പ് വരില്ലോ. ഗ്യാപ്പ് എന്തിനാ വരുത്തണം? അത് കണ്ടിന്യൂ ചെയ്യാം. അതൊന്നും പ്രശ്നമല്ല. പിന്നെന്താ നമ്മള് അല്ലെങ്കിൽ തെറ്റനെ പിന്നാവില്ല. കാരണം അച്ഛമ്മയ്ക്കും അച്ഛമ്മയ്ക്കും ഭയങ്കര ഒരു ഇതല്ലേ. പിന്നെ അന്ന് ആദ്യമായിട്ട് പേരക്കുട്ടി അന്ന് പറഞ്ഞ കാര്യം ഓർക്കുണ്ടോ? ഒരു പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. രാവിലെ കെട്ടുക, പിന്നെ ഓർക്കുന്നില്ല? എന്ത് രാവിലെ അത് കഴിഞ്ഞ് അത് ഓർക്കുന്നില്ലേ? നമ്മൾ ആരമേളത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ തന്നെ റെഡിയാക്കാൻ കൊടുക്കണ്ട കേട്ടോ.
എന്തുവാ? ഈശ്വരന്മാരെന്ന് പറഞ്ഞതാ. എന്തേ വേണ്ടേ? ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ജനിക്കുമ്പോ അത് വയസ്സായിട്ടേക്കളെ. എന്തോ? ഞാൻ പ്രഗ്നന്റ് ആയിട്ടേ ആ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്യില്ലേ, ആൾക്കാരെ കൊണ്ടുപോകുമ്പോ തന്നെ ജോയിൻ ചെയ്തിരുന്നു. ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരൊക്കെ കാണില്ലേ, എന്താ വിചാരിക്കുക? ചുണ്ട് ഓർമ്മ വന്നിട്ട് ചെയ്യാട്ടോ മേലെന്ന് കണ്ടിട്ട്. കൺട്രോൾ കൊണ്ടോ? അത്ര പെട്ടെന്ന് കൂടിയാന്ന് എനിക്ക് അറിയാവുന്ന കാര്യല്ലേ. കുറച്ച് ലിറ്റിൽ ബിറ്റ് ഇല്ലല്ലോ, കുറച്ച് കൂട്ടില്ല, അത്രേ ഉള്ളൂ. നീ എന്നെ മാറോട് ചേർന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തൊരു ആശ്വാസമായിട്ട് അറിയാം. ഞാൻ നിന്നോട് പറഞ്ഞില്ല, ഫീലിംഗ് ഞാൻ എന്നോട് പറഞ്ഞില്ലേ. അന്ന് ഉച്ചയ്ക്ക് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് കിടന്നത്, നീ എന്നെ വിടാതെ, നീ അങ്ങനെ ആദ്യമായിട്ടാണ് നീ എന്നെ വിടാണ്ട്. എത്ര വിട്ട് പോണ വഴിക്ക് ഞാൻ അവിടെ വഹിക്കുകയും ചെയ്യും. മൊബൈലും വീടും തലയില്. മൊബൈൽ ശരിയായോ?